നല്ല ഷാർപ്പായിട്ടുള്ള ചില താത്താമാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരുടെ ഹസ്ബൻഡ് ഒരു 10,000 രൂപ നാട്ടിലേക്ക് അയച്ചു കൊടുത്തിരുന്ന കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് അവരുടെ വീട്ടു ചിലവുകളെല്ലാം നടത്തി, മീൻ മേടിച്ച്, ഇറച്ചി മേടിച്ച്, അതുപോലെ ഭക്ഷണ സാധനങ്ങൾ, അരി സാധനങ്ങളെല്ലാം മേടിച്ച്, പിന്നെയും ബാലൻസ് ആയിട്ട് 2,000 രൂപ വെച്ച് ഏതെങ്കിലും കാലത്ത് ഭർത്താവ് നാട്ടിൽ വരുമ്പോൾ അവർക്ക് ഒരു ബാക്കപ്പായിട്ട് അത് കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തിട്ട് ഇത് നിങ്ങളിൽ നിന്ന് ഞാൻ സേവ് ചെയ്ത് വെച്ചാണെന്ന് പറയുന്ന അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ചില വീട്ടമ്മമാരും. ആ വീട്ടമ്മമാരുള്ള അതേ നാട്ടിൽ ഇന്ന് 20,000 30,000 ചിലവിന് നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ തികയാത്ത സാഹചര്യം വന്നത് എങ്ങനെയാണ്? അത് ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ സർക്കാരിൻ്റെ കാലത്ത്. ഒരു 5 കൊല്ലം മുമ്പ് നിങ്ങളുടെ ലിവിങ് കോസ്റ്റ് ഇത്രയായിരുന്നു, എന്നാൽ ഇപ്പോൾ എന്താണ് ഇങ്ങനെ വരാൻ കാരണം? അത് ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടാണെന്നുള്ള ബോധ്യം വേണം. 5 വർഷത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ന് വോട്ട് ചോദിക്കാൻ വരുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കണം, അരിക്ക് എന്താണ് വില, പഞ്ചസാരക്ക് എന്താണ് വില, പെട്രോളിന് എന്താണ് വില. വീട്ടിൽ നിങ്ങൾ നിത്യോപയോഗമായിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും വിലക്കയറ്റത്തിൻ്റെ അടിസ്ഥാനം ഈ നാട് ഭരിക്കുന്ന ഗവൺമെൻറ് അല്ലേ? അല്ലെങ്കിൽ എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഈ വിലക്കല്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ വിലക്കല്ല എന്നുള്ളത് ചോദിക്കേണ്ട സമയമാണ്. ഇന്നും ആ പറയുന്ന ഇത്താത്തമാർ അതേ കോൺഫിഡൻസ് ലെവലിൽ, അതേ ഷാർപ്പായിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട് അവരുടെ ലൈഫ് മാക്സിമം ചുരുക്കിയിട്ട് ജീവിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾക്ക് ഇന്ന് നിശ്ചയിച്ചിട്ടുള്ള വില കൊടുക്കുക എന്നുള്ളതിൽ അവർ നിർബന്ധിതരാണ്. അതുകൊണ്ട് തന്നെ അവരത്രയും കൊടുക്കൽ നിർബന്ധിതമാകുമ്പോൾ അവരുടെ ഭർത്താക്കന്മാർ ഗൾഫിൽ നിന്ന് അയക്കൽ അതും അവർക്ക് നിർബന്ധിതമാവാണ്. ഈ ചുറ്റുപാടിലേക്ക് എത്തിച്ചവരെ അവർക്ക് വോട്ടില്ല എന്നുള്ളത് നിങ്ങൾ പറയണം. ഇടതുപക്ഷക്കാരൻ്റെ ഗതികെട്ട അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരേ സ്ഥലത്ത് വില കൂടിയിട്ടുള്ള വൈദ്യുതി ബില്ല് അടക്കുകയും അതേ സ്ഥലത്ത് അതേ വൈദ്യുതി മന്ത്രിക്ക് വേണ്ടിയിട്ട് സിന്ദാബാദ് വിളിക്കുകയും മൂന്നാമതൊരു സ്ഥലത്ത് പോയിട്ട് അവർക്ക് വേണ്ടി പുകഴ്ത്തിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ട് ന്യായീകരിക്കുകയും ചെയ്യുന്ന അവരുടെ ഒരു ഗതികെട്ട അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അത് വൈദ്യുതി ബില്ലിൽ മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യത്തിലും ആ ഇമ്പാക്റ്റ് ഉണ്ട്. അവരുടെ സർക്കാരിൻ്റെ എല്ലാ കൊള്ളരുതായ്കകളും ഒരേ സമയത്ത് നിന്നിട്ട് അതിനുവേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി തർക്കിക്കുകയും തല്ലൂടുകയും ചെയ്യുകയും അതേ സമയത്ത് കൂടിയിട്ടുള്ള വെള്ളക്കരം, കൂടിയിട്ടുള്ള വീടിൻ്റെ കരം, കൂടിയിട്ടുള്ള നികുതി, അങ്ങനെ A to Z എല്ലാ വിലക്കയറ്റങ്ങളും അതേപോലെ അനുഭവിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ ഇടതുപക്ഷക്കാരനായിട്ടൊരു കുറവും കൂടുതലും ഒന്നുമില്ലല്ലോ. എല്ലാവർക്കും ഉള്ള പോലെ തന്നെയാണ് അവർക്കുള്ളത്. അവരുടെ ആ ഗതികെട്ട അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. കഴിഞ്ഞ തവണ നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റ് ഇത്തവണ നിങ്ങൾ തിരുത്തേണ്ടതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സംരക്ഷണം കൊടുക്കേണ്ടത് ആർക്കാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും. എന്നാൽ സ്ത്രീകളും കുട്ടികളും നമ്മളുടെ നാട്ടിൽ സംരക്ഷിതരാണോ? അങ്ങനെ സംരക്ഷിതരായിരുന്നു എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു ഭാവന എന്ന് പറയുന്ന നടിയുടെ ഒരു വിധിയെക്കുറിച്ച് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? സിനിമാ നടിയായിരുന്ന, കയ്യിൽ സാമ്പത്തിക സ്രോതസ്സുള്ള, എല്ലാ ഫെസിലിറ്റീസും സെറ്റപ്പുള്ള അവർക്ക് കിട്ടാത്ത നീതി നിങ്ങൾ ആർക്കെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? പാലത്തായിലുള്ള ആ ഒരു പിഞ്ച് കുട്ടിക്ക് അത് കിട്ടേണ്ടതായിരുന്നില്ലേ? അവർക്ക് ഒരു നീതി നേടിക്കൊടുക്കാൻ ഈ ഒരു പറയുന്ന സർക്കാരിന് പറ്റിയിട്ടില്ല. എന്നാൽ രാഷ്ട്രീയ എതിരാളികളെ കൊലപ്പെടുത്തിയിട്ടുള്ള കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് 35-40 ലക്ഷം രൂപ കൊന്ന കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളും കൊടുത്തിട്ടുള്ള നികുതി പണത്തിൽ നിന്ന് പൈസ എടുത്തിട്ട് ഈ ആളുകൾ കേസ് നടത്തിയിട്ട് മാതൃകയാക്കിയത് നമ്മളെല്ലാ ആളുകളും കണ്ട കാര്യമാണ്. ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത ഈ ഗവൺമെൻറ്റിന് വേണ്ടി വോട്ട് ചോദിക്കുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ വിരൽ ചൂണ്ടിയിട്ട് ചോദിക്കണ്ടേ, വൈ ഷുഡ് ഐ വോട്ട് ഫോർ യു എന്നുള്ളത് ചോദിക്കണ്ടേ? നിങ്ങളുടെ ഭരണകൂടത്തിനോടുള്ള വിയോജിപ്പ് വിരൽ ചൂണ്ടി കാണിക്കാനുള്ള ഒരു അവസരമാണിത്. ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. UDF എല്ലാ കാൻഡിഡേറ്റ്സിനെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുക. അസ്സലാമു അലൈക്കും.